എടാ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത് വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. ഇതിൻ്റെ അകത്ത് നിന്ന് ആകെ ഒരു മോഡൽ ചോദ്യമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഈ ചാപ്റ്ററിൽ ഒരൊറ്റ കാര്യം മാത്രമേ നിങ്ങൾ അറിയാനുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ആ ഒരു കാര്യം? ലീനിയർ ഇൻഇക്വാലിറ്റീസിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യം, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ സാധനങ്ങൾ ഉപയോഗിച്ച് എഴുതുന്ന എക്സ്പ്രഷനുകളെയാണ്. അങ്ങനെ എഴുതാൻ നേരത്തെ ഇപ്പോൾ 2x + 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് വന്നെന്ന് വിചാരിച്ചു. നമ്മൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന സാധനം അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ കൂട്ടിയിരിക്കുന്ന അപ്പുറത്ത് കൊണ്ടുപോയി കുറയ്ക്കണം, ഇവിടെ കുറച്ചിരിക്കുന്ന അപ്പുറത്ത് കൊണ്ടുപോയി കൂട്ടണം, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യണം, ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന അപ്പുറത്ത് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യണം. സാധാ ചെയ്യുന്ന പരിപാടി തന്നെ. പക്ഷേ ഇവിടെ 2x + 2 ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. ഇവിടെ +2 ആണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ -2 ആയി. ഓക്കെ, അപ്പോൾ 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്? 6 - 2 എത്ര കിട്ടിയടാ? 4. ഇനി എക്സ് കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചോ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ്. 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. എക്സ് കണ്ടുപിടിക്കണം. 2 ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുവാണ്. 2 ഇപ്പുറത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4/2 എന്ന് വരും. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് ആൻസർ വരും. ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഇതൊന്ന് നോക്കിയേ. 4x ഇവിടെ എഴുതാം. 4x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 + 6x. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നെന്ന് വിചാരിച്ചു. 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 + 6x. ഇവിടെ ഈ 6x നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ 4x ഈ +6x ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഇവിടെ -6x ആവും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് തന്നെ വരും. 4xൽ നിന്ന് 6x പോയി കഴിഞ്ഞാൽ -2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇതാണ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ സാധനം. നോക്കിയേ, ഇവിടെ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് -2 അല്ലേ? അപ്പോൾ നമ്മൾ നോക്കിയേ, ഈ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ -2 അപ്പുറത്തേക്ക് കൊണ്ടുപോയി, -2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, അപ്പുറത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യണം? -2 ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെ മൈനസ് ഉള്ള ഒരു നമ്പറാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഇനിക്വാലിറ്റി എന്താണോ അത് തിരിച്ചിട്ടോളണം. അപ്പോൾ ആൻസർ എന്ത് വരും? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/2 1 ആണ്. മൈനസ് ഉള്ള കാരണം മൈനസ് ഇട്ട് കൊടുക്കും. നമ്മൾ ഇവിടെ തിരിച്ചോ. 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 കൊണ്ടുപോയി അവിടെ ഡിവൈഡ് ചെയ്തോളൂ. തിരിച്ചില്ല. കാര്യം എന്താ? അവിടെ മൈനസ് ഇല്ല. മൈനസ് ഉള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ മൈനസ് ഉള്ള നമ്പർ ഡിവൈഡ് ചെയ്താൽ ഇനിക്വാലിറ്റി തിരിക്കണം. അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇത് എന്താണ്? മൈനസ് ഉള്ള നമ്പർ ഡിവൈഡ് ചെയ്താൽ, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ കൊണ്ടുപോയി ചെയ്യുവാണെങ്കിൽ, ഡിവൈഡ് മാത്രമേ നമുക്ക് വരാറുള്ളൂ. ഡിവൈഡ് ചെയ്താൽ അതെന്ത് ചെയ്യണം? ഇനിക്വാലിറ്റി തിരിക്കണം. അത്ര ഉള്ളടാ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോൾവ്. ഒരേ മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് വരുന്നത്. സോൾവ് എന്നും പറഞ്ഞ് ഒരു ഇനിക്വാലിറ്റി ഉണ്ടാവും. എന്നിട്ട് അത് അവസാനം നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാനും ഒരു ചോദ്യം ഉണ്ടാവും. രണ്ടും നമുക്ക് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് രണ്ടും ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇനിക്വാലിറ്റി സോൾവ് ചെയ്യുവാണ്. സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണ്? 7x + 3 ലെസ് ദാൻ 5x + 9. എക്സുകളെല്ലാം പെറുക്കി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, നമ്പറുകളെല്ലാം പെറുക്കി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക. നോക്ക്, 7x നമുക്ക് ഈ 5x അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അല്ലേ? ഈ 3 ഇപ്പുറത്തേക്കും കൊണ്ടുവരാം. 5x അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -5x. ഇനിക്വാലിറ്റി തിരിക്കണം? വേണ്ട, മൈനസ് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മാത്രം ചെയ്താൽ മതി. ലെസ് ദാൻ, ഇവിടെ 9 ഉണ്ട്, ഈ +3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -3. എടാ, ഇവിടെ മൈനസ് ആയെന്നും പറഞ്ഞ് ഇനിക്വാലിറ്റി തിരിക്കണം? വേണ്ട, മൈനസ് ഡിവൈഡ് ചെയ്താൽ മാത്രം ചെയ്താൽ മതി. അടുത്തത് 7xൽ നിന്ന് 5x പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 2x. ലെസ് ദാൻ 9 - 3 എത്രയാടാ? 6. ഇനി ഇവിടെ നോക്കിയേ, എക്സ് 2 ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുകയാണ്, ഇപ്പുറത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്യണോടാ? ഡിവൈഡ് ചെയ്യണം. ഇനിക്വാലിറ്റി തിരിക്കണ്ട. കാര്യം മൈനസ് ഒന്നുമില്ല, മൈനസ് ഉണ്ടായാൽ തിരിച്ചാൽ മതി. അപ്പോൾ ലെസ് ദാൻ അതുപോലെ തന്നെ. അപ്പോൾ ഈ എക്സ് ലെസ് ദാൻ 6/2 എത്ര കിട്ടി? 3. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇത്രേ ഉള്ളൂ. ഇനി ഇത് നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യാൻ ചോദിച്ചാൽ, ഇത് നമ്പർ ലൈനിൽ വരയ്ക്കാൻ കൂടി ചോദിച്ചിട്ടുണ്ട്. റെപ്രസെന്റ് ദ സൊല്യൂഷൻ ഇൻ ദ നമ്പർ ലൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ പരിപാടി. ഒരു നമ്പർ ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. നമ്പർ ലൈൻ എന്താണ്? നമ്മൾ മറ്റേ 5ാം ക്ലാസ് കഴിയുമ്പോൾ മുതൽ വരയ്ക്കുന്ന സാധനം എന്താണ്? നോക്കടാ, 0 1 2 3 4 5. ഇപ്പുറത്തേക്ക് ഏതാണ്? -1
-2 -3. ഇനി ശ്രദ്ധിച്ചോ, ഇത് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് വേണ്ടത് x<3 എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഈ 3 അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള എളുപ്പത്തിൽ 3 എന്ന് പറയുന്ന സ്ഥലം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുവാണ്. ഇതൊന്നും ക്വസ്റ്റ്യൻ ആൻസറിൽ മാർക്ക് ചെയ്ത് വെക്കരുത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. 3 എന്ന് പറയുന്ന സ്ഥലം, ഇതിൻ്റെ അപ്പുറത്തെ സൈഡോ ഇപ്പുറത്തെ സൈഡോ ആയിരിക്കും നമുക്ക് വേണ്ടത്. ഇവിടെ നോക്ക്, x<3 ആണ്. x എന്ന് പറയുന്നത് 3നേക്കാൾ കുറവാണ്. അപ്പോൾ 3നേക്കാൾ കുറവുള്ള സ്ഥലമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഈ സ്ഥലമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സിമ്പിളായിട്ട് ഇതേ ശ്രദ്ധിച്ചോ, നമ്മൾ സിമ്പിളായിട്ട് ഇവിടെ നോക്കിക്കോ, നമ്മൾ ഇതൊന്ന് ബോൾഡ് ചെയ്ത് വരയ്ക്കും. 3 മുതൽ ഇങ്ങോട്ടുള്ള ഈ ഭാഗം എന്ത് ചെയ്യും, ഒന്ന് ബോൾഡ് ചെയ്ത് വരയ്ക്കും. ഒന്നുകൂടി ബോൾഡ് ആക്കിയേക്കല്ല, ഇങ്ങനെ ബോൾഡ് ചെയ്ത് വരയ്ക്കും. 3 മുതൽ ഇപ്പുറത്തേക്കുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ബോൾഡ് ചെയ്ത് വരയ്ക്കും. വരച്ചല്ലോ, 3 മുതൽ നമുക്ക് ഇപ്പുറത്തേക്കുള്ള ഭാഗമാണ് വേണ്ടത്, അത് നമ്മൾ ബോൾഡ് ചെയ്ത് വരച്ചു. കഴിഞ്ഞിട്ടില്ല, ശ്രദ്ധിക്കണം. നമുക്ക് 3 വേണോ വേണ്ടയോ എന്നൊന്നുണ്ട്. നോക്കിയേ, ഇവിടെ <3 എന്നാണ് പറഞ്ഞേക്കുന്നത്. 3 വേണോ വേണ്ട, ലെസ് ദാൻ വന്നാൽ 3 നമുക്ക് വേണ്ട. 3 വേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ x<3 എന്നായിരുന്നെങ്കിൽ 3 കൂടി വേണം, ഈക്വൽ ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് 3 വേണ്ട. 3 വേണ്ടാത്തത് കാരണം ഇവിടെ ഒരു ഓപ്പൺ റൗണ്ട് വേണം ഇട്ട് കൊടുക്കാൻ, മറ്റേ അകത്ത് ഓപ്പൺ ആയിരിക്കണം. ഇനി 3 വേണ്ട സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ആ റൗണ്ട് ഫുള്ള് കറുപ്പിക്കണം. അത്രേ ഉള്ളൂ, കേട്ടല്ലോ. ലെസ് ദാൻ വന്നാൽ ഓപ്പൺ ഇട്ടോളണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടി വന്നു കഴിഞ്ഞാൽ കറുപ്പിച്ചോളണം. ഇത്ര ഉള്ള എല്ലാ ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ. ഇത് ശ്രദ്ധിച്ചോ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. 4x + 3 < 6x + 7 സോൾവ് ചെയ്യാം. നോക്കിക്കോ, 4x + 3 < 6x + 7. എക്സുകൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, നമ്പറുകൾ അപ്പുറത്തേക്ക് പോട്ടെ. അപ്പോൾ 4x, ഈ 6x ഇപ്പുറത്തേക്ക് വരുമ്പോൾ -6x < 7 ഇവിടെ ഉണ്ട്, ഈ 3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -3. 4xൽ നിന്ന് 6x കുറച്ചാൽ ബാക്കി എത്രയാടാ, -2x < 7 - 3 എത്രയാടാ, 4. x ഇവിടെ ശ്രദ്ധിച്ചോടാ, x കണ്ടുപിടിക്കാൻ ഈ -2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുവാണ്, ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. ദേ ശ്രദ്ധിച്ചോ, മൈനസ് ഡിവൈഡ് ചെയ്തു. മൈനസ് ഡിവൈഡ് ചെയ്താൽ ഇനിക്വാലിറ്റി തിരിക്കണ്ടേ, തിരിച്ചു. ഇവിടെ എന്താണോ അതങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ x > 4/2 എത്രയാടാ, 2. മൈനസ് ഉള്ള കാരണം -2 കൊടുത്തു. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കും. ശ്രദ്ധിച്ചോ, നമ്മൾ നമ്പർ ലൈൻ വരച്ചു. ഇനി എന്താണ്, 0 1 2 3 4 -1 -2 -3 -4. ഇനി ശ്രദ്ധിച്ചോ, നമുക്ക് വേണ്ട സ്ഥലം എന്താണ്, -2 ആണ്. അപ്പോൾ -2 ഒന്ന് നോക്കി വെച്ചേക്കുക, -2. ഇനി -2വിനേക്കാളും വലിയ ഭാഗമാണോ ചെറിയ ഭാഗമാണോ വേണ്ടെന്ന് നോക്കണം. x എന്ന് പറയുന്നത് -2വിനേക്കാളും വലുതാണ്. അപ്പോൾ ഏത് ഭാഗം വേണ്ടത്, -2വിനേക്കാളും വലിയ ഭാഗം ഇപ്പുറത്തേക്കാണ്. അപ്പോൾ -2 മുതൽ ഇപ്പുറത്തേക്കുള്ള ഭാഗം ഒന്ന് എന്ത് ചെയ്യുക, ബോൾഡ് ചെയ്തല്ലോടാ. ഇത്രയുള്ള പരിപാടി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഈക്വൽ ടു വന്നിട്ടുണ്ടോ നോക്കുക. ഈക്വൽ ടു വന്നിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് റൗണ്ട്. ഇവിടെ ഈക്വൽ ടു ഇല്ല, ഗ്രേറ്റർ ദാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഓപ്പൺ റൗണ്ട് ഇട്ടേക്കുക. ഇത്രേ ഉള്ളൂ, എളുപ്പമല്ലടാ, ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ. ഇനി ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കറക്കിയൊക്കെ ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നുമില്ലടാ, അതേ നോക്കൂ. 3x, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ, 3 × x - 2 < 5 > or = 5 × 2 - x/3. ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത്ര സിംപ്ലിഫൈ ചെയ്യുക, അത്രേ ഉള്ളടാ. ആദ്യം ഈ 3 ഞാൻ ഉള്ളിലേക്ക് കൊടുക്കുവാണ്. 3 × x എത്രയാണ്, 3x. 3 × 2 എത്രയാടാ, -6/5 താഴെയുണ്ട്. > 5 × ഈ 5 ഉള്ളിലേക്ക് കൊടുക്കുകയാണോ, 5 × 2 എത്രയാടാ, 10 -5 × x എത്രയാണ്, 5x/3. ഇനിയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ > അതുപോലെ തന്നെ ഇട്ടു. ഇതിനെ ഇതുകൊണ്ട് ഗുണിച്ചെഴുതുക, ഇതിനെ ഇതുകൊണ്ട് ഗുണിച്ചെഴുതുക, മൾട്ടിപ്ലൈ ചെയ്തെഴുതുക. അപ്പോൾ 3 × ഈ സാധനം ഇവിടെ മേലുള്ളത് തന്നെ ഈ ഭാഗത്ത് വരണേ, 3 × 3x - 6.
ഇവിടെ എന്ത് വന്നോടാ 5 × 10 - 5x കിട്ടി. ഇനി 3 ഉള്ളിലേക്ക് കൊടുക്കുക, 5 ഉള്ളിലേക്ക് കൊടുക്കുക, അത്രേ ഉള്ളൂ. 3 × 3 എത്രയാടാ 9x മൈനസ് 3 × 6 എത്രയാടാ 18 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 × 10 എത്രയാടാ 50 മൈനസ് 5 × 5 എത്രയാടാ -25x. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കിക്കടാ 9x മൈനസ് 18 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 മൈനസ് 25x. എന്ത് ചെയ്യണം? നമ്മളുടെ എക്സുകളെല്ലാം പെറുക്കി ഒരു സ്ഥലത്ത്, നമ്പറുകളെല്ലാം പെറുക്കി വേറൊരു സ്ഥലത്ത്. അപ്പോൾ നോക്ക്, ഇവിടെ ഈ 25x ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, 18 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പം 9x, ഈ 25 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +25x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50. ഈ 18 അപ്പുറത്തേക്ക് പോകുമ്പോൾ +80 അല്ലേ? അപ്പോൾ നോക്കിക്കോ, 25 + 9x എത്ര വന്നടാ 34x വന്നു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 + 10 18 എത്രയാണ് 68 എന്ന്. എക്സ് കണ്ടുപിടിക്കാം. ഇനിക്വാലിറ്റി തിരിക്കണോ? വേണ്ട. നോക്കിക്കോ, 68 / 34 ആണ്, നെഗറ്റീവ് ഒന്നുമില്ല. അപ്പോൾ ആൻസർ എന്ത് കിട്ടിയടാ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്ര കിട്ടി? 2 / എത്രയാണ് 2 അല്ലേ? 2. ഇത് നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്താൽ പോരെടാ. ഇത് നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യാം. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം. ഇത് നോക്കൂ, നമ്പർ ലൈൻ വരയ്ക്കുക. നമ്പർ ലൈൻ വരച്ചു. ഏതൊക്കെയാണ്? 0 1 2 3 4 -1 -2 -3. നമുക്ക് വേണ്ടത് നോക്കിക്കോളാം. 2 എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ 2 നോക്കിക്കോ, 2ൻ്റെ പോസിറ്റീവ് വേണോ നെഗറ്റീവ് വേണോ നോക്കാം. അപ്പുറ സൈഡ് വേണോ ഇപ്പുറ സൈഡ് നോക്കാം. 2വിനേക്കാളും വലുതാണ് എക്സ്. എക്സ് എന്ന് പറയുന്നത് 2വിനേക്കാളും വലുതാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡാണ് വേണ്ടത്. അപ്പോൾ 2 മുതൽ അപ്പുറത്തേക്കുള്ള സൈഡ് ഫുള്ള് ബോൾഡ് ചെയ്യുക, ഇപ്പുറത്തേക്കുള്ള സൈഡ് ഫുള്ള് ബോൾഡ് ചെയ്യുക. ബോൾഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈക്വൽ ടു വന്നു. ഈക്വൽ ടു വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഈക്വൽ ടു വന്നാൽ ആ റൗണ്ട് ഒന്ന് കറുപ്പിച്ച് കൊടുത്തേക്കണം, അല്ലെങ്കിൽ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുത്തേക്കണം. ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ? ഇത്രേ ഉള്ളൂടാ പരിപാടി. സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ? അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു രീതിയിൽ ചെയ്തോളാം. ഇനി ചിലപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതുപോലെ ഒന്ന് കറക്കിയൊക്കെ ചോദിക്കാം. ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക ഇതെന്ത് സാധനം എന്ന് തോന്നുമോ? ഇല്ല, അങ്ങനെ തോന്നണ്ട. വളരെ സിമ്പിളാണ്. ഇതേ ശ്രദ്ധിച്ചു. നമ്മൾക്ക് സോൾവ് ചെയ്യാനുള്ള സാധനം നോക്കിയേ. ഇവിടുത്തെ സൊല്യൂഷൻ ഓഫ് ദ 5x - 3 < 3x + 1 ആൻഡ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഏതാണ്? ഒന്നുമില്ല, നമ്മൾ സൊല്യൂഷൻ ആദ്യം കണ്ടുപിടിച്ച് എന്നിട്ട് പറഞ്ഞുതരാം. 5x - 3 < 3x + 1. എക്സ് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അല്ലടാ. അപ്പോൾ 5x - 3x < 1 + 3 എന്നാവും. 5x - 3x എത്രയാണ്? 2x < 4. എക്സ് എത്ര വന്നു? 4/2. അപ്പോൾ എക്സ് < 2 എന്നാണ് ആൻസർ. ഇത് ആ ഇന്റർവെൽ രൂപത്തിൽ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇനി എക്സ് < 2 എന്ന് പറഞ്ഞാൽ എക്സ് 2ൽ ചെറുതാണ്. 2 വേണോ? 2 വേണ്ട. നോക്കൂ, എക്സ് < 2 എന്ന് പറഞ്ഞാൽ എക്സ് 2ൽ ചെറുതാണ് അല്ലേ? അല്ലെങ്കിൽ നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. 0 1 2 3 -1 -2. നോക്ക്, എക്സ് എന്ന് പറയുന്നത് 2 ആണ്, 2 ആണ്. 2ൽ ചെറുതാണ് എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തേക്കുള്ള ഈ ഭാഗമല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഭാഗം നേരത്തെ നമ്പർ ലൈനിൽ കാണിക്കാൻ പറഞ്ഞാൽ ഈ ഭാഗം ഷെയ്ഡ് ചെയ്യും അല്ലേ? 2 വേണോ? 2 വേണോ? ഇല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. അതുകൊണ്ട് ഓപ്പൺ റൗണ്ട്. ഇത് ബോൾഡ് ചെയ്ത് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇത് ഈ ഇനിക്വാലിറ്റിയിലല്ല, ഈ ബ്രാക്കറ്റുകളിൽ ഏത് ഇൻ്റർവെല്ലാണെന്ന് വേണം തിരഞ്ഞെടുക്കാൻ. നോക്കിക്കോ, നമുക്ക് വേണ്ടത് എവിടെ മുതലാണ്? ഈ സ്ഥലം എന്താടാ? -∞ ആണ്. -∞ മുതൽ 2 വരെയുള്ള സ്ഥലമല്ലേ നമുക്ക് വേണ്ടത്? -∞ മുതൽ 2 വരെയുള്ള സ്ഥലമല്ലേ നമുക്ക് വേണ്ടത്? ആണ്. -∞ മുതൽ 2 വരെ. -∞ എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. -∞ എപ്പോഴും എന്തായിരിക്കണം? ഓപ്പൺ ആയിരിക്കണം. ഇനി 2 ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ നോക്കണം. 2 വേണമെങ്കിൽ ക്ലോസ്ഡ്, 2 വേണ്ടെങ്കിൽ ഓപ്പൺ. 2 വേണോ? വേണ്ട. 2 വേണ്ടാത്തത് കൊണ്ടാണ് നമ്മളവിടെ ഓപ്പൺ റൗണ്ട് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും ഓപ്പൺ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരും? -∞ to 2. അത് ഏതാടാ? ദേ കിടക്കുന്നു, ഡി. കേട്ടല്ലോ? ഇങ്ങനെയും ചോദിക്കാം, ഒന്ന് കറക്കി. എളുപ്പമല്ലേ ഈ ചാപ്റ്റർ? ഭയങ്കര എളുപ്പം. അപ്പോൾ ബാക്കി ഇനി അടുത്ത ക്ലാസ്.